വെൽക്കം ടു അറുകി സ്റ്റോറീസ്. അപ്പൊ ഞങ്ങള് ദാവൻകരയിൽ നിന്ന് യാത്രയും പറഞ്ഞ് നാട്ടിലേക്ക് ഇറങ്ങി. ഹരിഹരയിൽ തന്നെയുള്ള ഒരു സ്റ്റേഷനറി ഷോപ്പിൽ നിന്ന് ലെമൺ റൈസിന്റെ പൗഡറും പുളിയോഗ്രയുടെ പൗഡറും ഞങ്ങൾ വാങ്ങി. പോകുന്ന വഴിക്ക് ഒരു അടിപൊളി സ്ഥലം കണ്ടപ്പോൾ ഞങ്ങൾ അവിടെ ഇറങ്ങി. ഈ സ്ഥലത്തിന്റെ പേര് മുസാഫിർ ഖാന ആൻഡ് ഹോണ്ട എന്നാണ്. ഹോണ്ട എന്ന് പറഞ്ഞാൽ വലിയ കുളം എന്നാണ് അർത്ഥം. എൻട്രൻസ് ഫീസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ചുറ്റും കല്ലുകളുടെ സ്റ്റെപ്പുകളൊക്കെ ആയി വെള്ളത്തിന്റെ നടുവിലുള്ള ഒരു ഗോപുരമാണ് ഇവിടുത്തെ പ്രധാന അട്രാക്ഷൻ. നമ്മൾ കേറുന്ന വഴിക്കൊക്കെ ഒരു ഗാർഡനിലേക്ക് പോയ ഒരു പ്രതീതിയായിരുന്നു. കല്ലുകൊണ്ട് നിർമ്മിച്ച ചെറിയ ചെറിയ ബിൽഡിങ്ങുകളും ചുറ്റും കുറെ ഗാർഡനും ആയിരുന്നു ഇവിടെ കാണാനുണ്ടായിരുന്നത്. ഞങ്ങളിവിടെ കയറി ചെല്ലുമ്പോൾ മഴ ഉണ്ടായിരുന്നില്ല. പക്ഷെ മഴ പെയ്യും എന്നുള്ളൊരവസ്ഥയിലായിരുന്നു. ആകാശമൊക്കെ ആകെ മൂടിക്കെട്ടി ചെറിയ കാറ്റൊക്കെ ആയിട്ട് നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. ഈ സ്ഥലത്തിന്റെ പേര് മുസാഫിർ ഖാന ആൻഡ് ഹോണ്ട എന്നാണ്. മുസാഫിർ ഖാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദുസ്ഥാനി ഉറുദു പദമാണ്. ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് യാത്രക്കാരന്റെ വീട് അല്ലെങ്കിൽ അതിഥിശാല എന്നൊക്കെയാണ്. അതായത് നമ്മളൊക്കെ ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് വിശ്രമിക്കാനും താമസിക്കാനൊക്കെ ആയിട്ടുള്ള സ്ഥലങ്ങളില്ലേ. പണ്ട് കാലത്ത് മുഗൾ രാജാക്കന്മാർ അല്ലെങ്കിൽ സുൽത്താൻമാരൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് അവർക്കോ അവരുടെ പരിചാരകർക്കോ അവരുടെ നാട്ടിലെ ജനങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ചെറിയ വിശ്രമശാലകളാണ് ഈ മുസാഫിർ ഖാന എന്ന് പറയുന്നത്. ഹോണ്ട എന്ന് പറയുമ്പോൾ വലിയ കുളങ്ങൾ എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ മുസാഫിർ ഖാന ആൻഡ് ഹോണ്ട എന്ന് പറയുമ്പം വിശ്രമിക്കാനുള്ള സ്ഥലം, അവർക്ക് കുളിക്കാനുള്ള കുളം, ഇതൊക്കെ ആയിരിക്കുമല്ലോ. അമ്പലങ്ങളുടെയും മസ്ജിദുകളുടെയൊക്കെ അടുത്തായിട്ടാണ് ഇത്തരത്തിലുള്ള മുസാഫിർ ഖാനകൾ സ്ഥിതി ചെയ്യുന്നുണ്ടാവുക. നല്ലൊരു ഭംഗിയുള്ളൊരു സ്ഥലമായിരുന്നു. നല്ല കാറ്റ് വീശുന്നുണ്ടായിരുന്നു. നമുക്ക് കുറേ നേരം ഭയങ്കര പീസ്ഫുള്ളായിട്ട് വന്നിരിക്കാനൊക്കെ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലമായിരുന്നു. കർണാടകയിലെ ദാവൻകര ജില്ലയിൽ ശാന്തപന്നൂർ എന്ന ഗ്രാമത്തിലാണ് നമ്മൾ ഈ കാണുന്ന മുസാഫിർ ഖാന സ്ഥിതി ചെയ്യുന്നത്. ശാന്തപന്നൂർ പുഷ്കരണി എന്നും ഇതിന് പറയുന്നുണ്ട്. അത് ഒരു വിജയനഗര ഹിന്ദു ശില്പശൈലിക്കാണ് ഈ പുഷ്കരണി എന്ന് പറയാം. 16-ാം നൂറ്റാണ്ടിൽ കെങ്ക ഹനുമണ്ഡപ നായക, വിജയനഗരയിലെ ഒരു വലിയൊരു രാജാവോ അങ്ങനെന്തോ ആണ്, അവരാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. നമുക്കിവിടെ ഒരു വലിയ ഒരു കുളം കാണാൻ പറ്റും. അതിൻ്റെ ഇടയ്ക്കാണ് ഈ പറയുന്ന വസന്ത മണ്ഡപ എന്ന പേരുള്ള കുറേയധികം ഗോപുരങ്ങൾ കാണുന്നത്. അതായത് ഈ വെള്ളത്തിൽ ഈ ഗോപുരങ്ങൾ നീന്തുന്ന ഒരു പ്രതീതിയാണ് നമുക്ക് കാണുമ്പോൾ കാണാൻ പറ്റുക. പിന്നീട് ബിജാപൂർ എന്നുള്ള സുൽത്താൻ അതിനെന്താക്കിയിട്ടുണ്ട്, ചുറ്റും കെട്ടിടങ്ങളൊക്കെ നിർമ്മിച്ചിട്ട് താമസ സൗകര്യമുള്ള ഒരുപാട് സ്ഥലങ്ങളാക്കി മാറ്റിയിട്ടുണ്ട്. പിന്നീട് ഇത് പള്ളികളാക്കാനൊക്കെയുള്ള ശ്രമങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് ഹിസ്റ്ററി പറയുന്നത്. നല്ല മഴ വരുന്നുണ്ട്. നമ്മളിനി ഇവിടുന്ന് ഇറങ്ങുക. ഇനി നേരെ നാട്ടിലേക്കാ. അവിടുന്ന് പുറത്തിറങ്ങിയപ്പോഴേക്ക് നന്നായിട്ട് മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ ആ കാഴ്ച കാണുന്നത്. നല്ല മഴയത്ത് നല്ല ചൂട് ബജ്ജി കഴിച്ച് എങ്ങനെ ഉണ്ടാവും. നമ്മൾ പോകുന്ന വഴിക്ക് എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. ഈരുള്ളി ബജ്ജി, മുളക് ബജ്ജി, മണ്ടക്കി. നമ്മളവിടെ കയറുന്ന സമയത്ത് ആ ചേട്ടൻ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. തിരിച്ചു വന്നപ്പോഴേക്കും അതിന്റെ ചൂടൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ നമ്മളിത് വാങ്ങി. കാരണം ദാവൻകരയിൽ നിന്ന് കഴിക്കുന്ന ലാസ്റ്റ് ബജ്ജി ആയത്. ഇനി നമ്മുടെ നാട്ടിൽ പോയാലും ഈ ഒരു ടേസ്റ്റുള്ള ബജ്ജി കിട്ടില്ലല്ലോ. നമ്മളിപ്പോൾ ചിക്കമംഗ്ലൂർ ഇവിടെ പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തിരിച്ച് കണ്ണൂരേക്കുള്ള യാത്രയിലാണ്. അങ്ങനെ 2 ദിവസത്തെ കർണാടക ട്രിപ്പ് അവിടെ അവസാനിക്കുകയാണ്. ഇനിയും ഒരുപാട് വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.
വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണേ.